ഹലോ ഗൈസ്, വെൽക്കം ടു വീസ് ഫൈനാൻഷ്യൽ ഫോക്കസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ROCE എന്ന് പറയുന്നത് ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. എന്താണ് ROCE എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്ന ഒരു റേഷ്യോ ആണ്. എത്ര കമ്പനി അവരുടെ ക്യാപിറ്റൽ വെച്ച് എത്ര എഫിഷ്യന്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് എബിറ്റ്, ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇത് പ്രീവിയസ്ലി. അത് നിങ്ങൾക്ക് ഞാൻ പിന്നെ ചെയ്തേക്കാം എന്താണെന്നുള്ളത്. അതിന്റെ ഓപ്പറേഷൻസിൽ നിന്ന് എത്ര കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ ടാക്സിന് മുന്നേ, അതാണ് നമ്മളിതിൽ പറയുന്നത് എബിറ്റ്. അതിനെ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ടോട്ടൽ അസറ്റ്സ് മൈനസ് കറന്റ് അസറ്റ്സ്. ഇനി ടോട്ടൽ അസറ്റ്സിന്റെ അകത്ത് ഉൾപ്പെടുന്നതാണ് നോൺ കറന്റ് അസറ്റ്സും കറന്റ് അസറ്റ്സും. നോൺ കറന്റ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എന്തായിരിക്കും? നോൺ കറന്റ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പനിക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത മണി. എന്തായിരിക്കും അത്? ലാൻഡ് അല്ലെ, സ്ഥലം, കമ്പനിയുടെ ബിൽഡിംഗ്, അതുപോലെ ട്രേഡ് മാർക്ക്, പേറ്റന്റ്സ്, ഇതൊന്നും പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പ്ലസ് നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാഷ് തന്നെ ആയിരിക്കാം. പിന്നെ ഡെറ്റ് ആയിരിക്കാം, ഈ വർഷത്തെ എന്തെങ്കിലും പൈസ കാരണം അടയ്ക്കാനുണ്ടെങ്കിൽ കമ്പനിക്ക് അത്. പിന്നെ പ്ലസ് നമ്മളിപ്പം ഇൻവെന്ററീസും നമുക്ക് കൂട്ടാം. അപ്പൊ ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ ഈ അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ മനസ്സിലാക്കിപ്പിക്കാം നിങ്ങൾക്ക്. ഇപ്പൊ ഒരു എബിറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു 1 lakh ആണെന്ന് എടുക്കാം. അതിനെ ഡിവൈഡഡ് ബൈ നമുക്ക് 5 lakh ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ ഒരു റേഷ്യോ നമുക്ക് കിട്ടാൻ പോകുന്നത്? 0.20 ആണ് നമുക്ക് കിട്ടാനുള്ളത്. എന്ന് വെച്ചാൽ പെർസെന്റേജ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ആണ് കിട്ടുന്നത്. അപ്പൊ ഇത് നല്ലൊരു റേഷ്യോ ആണോ അല്ലയോ ROCE? ഇത് അബ്സല്യൂട്ട്ലി നല്ലൊരു റേഷ്യോ തന്നെയാണ്. നമുക്ക് ഫിക്സ്ഡ് ഡിപ്പോസിറ്റിനേക്കാളും കൂടുതൽ പൈസ എന്ന് വെച്ചാൽ റിട്ടേൺ കിട്ടുന്നുണ്ടെന്നാണ് നമ്മുടെ ഈ ഒരു ഇതിന്റെ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ. അവർ ഈ ക്യാപിറ്റൽ നല്ലപോലെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം. 20% അല്ലെങ്കിൽ 15% മുകളിലെല്ലാം ROCEs നല്ലതാണ്. മാക്സിമം ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത് 20% മേളിലാണ്. ഇനിയിപ്പം ഒരു കുറച്ച് കമ്പനി 10% ഒക്കെ താഴെയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള കമ്പനിയാണെന്ന് വെച്ചാൽ നമുക്ക് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ്സ് തന്നെ അത്യാവശ്യം 7% ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ ക്വാർട്ടർലിയും നമുക്ക് നോക്കാവുന്നതാണ്. ഈ ROCE ഒക്കെ നോക്കണം, വേറെ ഫോർമുലാസ് നോക്കണം, ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ. നല്ല വീഡിയോ ആണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ബൈ, താങ്ക് യു.